പൾസ് പോളിയോ പ്രതിരോധ കുത്തിവെപ്പ് ജില്ലയിൽ ഒക്ടോബർ 12-ന് നടക്കും. നിലവിൽ രാജ്യത്ത് പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അയൽ രാജ്യങ്ങളിൽ നിന്നും രാജ്യത്തിലെത്തുന്ന പോളിയോ വൈറസുകളെ പ്രതിരോധിക്കാനാണ് തുള്ളിമരുന്ന് നൽകുന്നതെന്നും RCH ഓഫീസർ ഡോക്ടർ AK അനിത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 3 തരം വൈറസുകളാണ് പോളിയോ രോഗമുണ്ടാക്കുന്നത്. ഇതിൽ 1ഉം 2ഉം വൈറസുകളെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഇന്നും പോളിയോ രോഗം നിയന്ത്രണ വിധേയമല്ല. അയൽ രാജ്യങ്ങളിൽ നിന്നും വൈറസുകളെത്താൻ സാധ്യതയുള്ളതിനാലാണ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി തുള്ളിമരുന്ന് നൽകുന്നത്. ജില്ലയിലെ 1,92,597 കുട്ടികൾക്കും അതിഥി തൊഴിലാളികളുടെ 363 കുട്ടികൾക്കും തുള്ളിമരുന്ന് നൽകാനായി. 2157 ബൂത്തുകളുടെ സജ്ജീകരണം കൂടാതെ ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ, ജനത്തിരക്കേറിയ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലും തുള്ളിമരുന്ന് വിതരണം നടക്കുമെന്നും ഡോക്ടർ അനിത പറഞ്ഞു. പൾസ് പോളിയോ നമ്മൾ നടത്തുന്നത് നമ്മുടെ കുട്ടികൾക്ക് കേരളത്തിലായാലും പൾസ് പോളിയോ 2000 മുതൽക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യയിലാണെങ്കിൽ ലാസ്റ്റ് കേസ് 2011 ജാനുവരി 13-ലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ അത് ഹൗറയിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇന്ത്യയിൽ പോളിയോ കേസ് ഇല്ല എന്ന് വെച്ചാലും നമ്മുടെ അയൽ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും പോളിയോ കേസസ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൾസ് പോളിയോ എന്നുള്ള പ്രോഗ്രാം നമ്മൾ നിർത്തി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കുട്ടികൾ വൈറസ് ഇവിടെ എത്തി നമ്മുടെ കുട്ടികൾക്ക് പോളിയോ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഥവാ പോളിയോ ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ചികിത്സയില്ല. പക്ഷെ നമുക്ക് പ്രതിരോധിക്കാം. പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പൾസ് പോളിയോ വാക്സിനേഷനാണ്. ആ വാക്സിനേഷൻ ഇപ്പം നമുക്ക് ഈ പൾസ് പോളിയോ പ്രോഗ്രാമിൽ നമ്മൾ തുള്ളിമരുന്നായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ റൂട്ടീൻ ഇമ്മ്യൂണൈസേഷൻ നമ്മൾ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുപോകണം. അതിൽ കുത്തിവെപ്പ് IPV മറ്റേ ഇൻജക്റ്റബിൾ പോളിയോ വാക്സിനും ഉണ്ട്, അതേമാതിരി OPV ഉണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ പൾസ് പോളിയോയ്ക്ക് നമ്മൾ തുള്ളിമരുന്നായിട്ടാണ് കൊടുക്കുന്നത്. അത് നമ്മൾ 2157 ബൂത്തുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബൂത്തുകൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ബൂത്തുകൾ രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അത് വൈകുന്നേരം 5 മണി വരെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ നമ്മുടെ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്യാതറിംഗ് കൂടുതൽ ആൾക്കാർ കൂടുന്നുണ്ട്, പിന്നെ കല്യാണങ്ങൾ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ അവിടെ എല്ലാം നമ്മൾ ട്രാൻസിറ്റ് ബൂത്തുകൾ വെക്കുന്നുണ്ട്, അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ ഈ അതിഥി തൊഴിലാളികൾ നമുക്ക് നമ്മുടെ പാലക്കാട് ജില്ലയിൽ പല സ്ഥലങ്ങളിലായിട്ട് താമസിക്കുന്നുണ്ട്. അവരുടെ ഇടയിലും കുട്ടികളുണ്ട്. അതിൽ നമുക്ക് 363 കുട്ടികളാണ് അതിഥി തൊഴിലാളികളുടെ ഇടയിലുള്ളത്. ആ കുട്ടികൾക്ക് നമ്മൾ കുത്തിവയ്പ്പ് എടുക്കാനായിട്ട് അവരുടെ താമസ സ്ഥലങ്ങളിൽ പോയിട്ട് മൊബൈൽ ടീമായിട്ട് പോയിട്ടാണ് ഈ വാക്സിനേഷൻ കൊടുക്കുന്നത്, പൾസ് പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുന്നത്. DMO TV റോഷ്, മീഡിയ ഓഫീസർ സൈന എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.